ഗൈസ്, അപ്പം ഇന്നൊരു തീറ്റ കഥയാണ് കേട്ടോ. നമ്മളങ്ങനെ ഓണാഘോഷിച്ച് 7-ാം തീയതി വരെ ആഘോഷിച്ചു. കയ്യിലെ പൈസയൊക്കെ പറ്റി. ഇനി ഈ മാസം കഴിയും 10-23 ദിവസം ഉണ്ടേ, 30-ാം തീയതി കഴിയണല്ലോ. അപ്പം എൻ്റെ ആഗ്രഹം പറഞ്ഞു, ആഗ്രഹത്തിന് അങ്ങനെ അതിരൊന്നുമില്ലാത്ത പറഞ്ഞു, നല്ല കൈമ റൈസിൻ്റെ ചെറിയ അരി കൊണ്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറി തിന്ന് എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അപ്പം എനിക്ക് സമ്മതമാണ്. അപ്പം ഞാൻ പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സ് പറഞ്ഞു, മോളെ കൈമ റൈസ് ഒന്നും മേടിക്കണ്ട, കൈമ റൈസിനൊക്കെ 100 സംതിങ് ആണ് റേറ്റ്, നീ 60 രൂപയുടെ ബുള്ളറ്റ് റൈസ് വെച്ച് തിന്നാൽ മതിയെന്ന്. അപ്പം പിന്നെ പൈസ ഇല്ലാത്ത കാരണം ഞാൻ 60 രൂപയുടെ ബുള്ളറ്റ് റൈസ് മേടിച്ചു. പിന്നെ ഒരു കോഴിമുട്ടേന്നാണല്ലോ ഒരു കോഴി അങ്ങനെ വരുന്നത്. അപ്പം നമ്മളൊരു കോഴിമുട്ട തിന്നു കഴിഞ്ഞൊരു കോഴി തിന്ന ഫീലാണല്ലോ ഇത് അങ്ങനെ. അപ്പം നമ്മളങ്ങനെ മുട്ട ബിരിയാണി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും 60 രൂപയുടെ ബിരിയാണി മേടിച്ച് തിന്നാൽ പോരെയെന്ന്. അപ്പം എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലും എൻ്റെ കുട്ടിക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ബിരിയാണി തട്ടിക്കൂട്ടിയിട്ടോ. ബാക്കിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. വടുപുലച്ചാറാണ് ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത്. അതൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 6 മണിയാകുമ്പോൾ വീണ്ടും വിശന്നു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു, എനിക്ക് വിശക്കുണ്ട്, വല്ല പാപ്പ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ എണ്ണക്കടികൾ മേടിക്കുന്നു വിചാരിച്ചെടുത്ത് എനിക്ക് കൊള്ളിയും പൊട്ടിയും മേടിച്ചു കൊടുന്നു കേട്ടോ. അപ്പം ഇവിടെ സ്പൂൺ ഇല്ലാത്ത കാരണം ഞാൻ മുന്നേ തന്ന ഐസ്ക്രീമിൻ്റെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു, അതിന് നടു പൊട്ടിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു പാത്രത്തിലുണ്ട് ഒരു വായിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ഒരു സ്പൂൺ പോരുന്നത്. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ എനിക്ക് തിന്നാൻ കിട്ടില്ല. അത് കാരണമാണ് ഷെയർ ചെയ്തത് കേട്ടോ സ്പൂണ്. പിന്നെ എനിക്കിതൊക്കെ മേടിച്ചോടും തല്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് 10 ഉൾപ്പെടുത്തിട്ട് ഞാനൊരു വേഫർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ വേഫർ കൊടുത്തു. ഒരു വേഫർ ഇനി ഉണ്ണിക്കുള്ളതും ഷോർട്സ് എനിക്കുള്ളതാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ.